അയ്യോ ഞങ്ങൾക്കാണെങ്കിൽ ഈ പ്രാവശ്യം വരാൻ പറ്റത്തില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതെന്ത് പറ്റി മോനെ? നിങ്ങളെന്താ അച്ഛനമ്മ വിടത്തില്ലേ ഞങ്ങളോട്ട് ടൂർ പോവാൻ? അയ്യോ അതെന്താ അറിയാം അങ്കിളെ, ഞങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയും വിടാത്തോണ്ട് വരാത്തത്. പിന്നെ അമ്മയുടെ അനിയത്തി ഇല്ലേ, ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ കല്യാണമായിരുന്നു. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് കൂടാതിരിക്കുന്നത്? പിന്നെ ആണെങ്കിൽ നാളെ ആണെങ്കിൽ പിന്നെ പാല് കാച്ച് വേറെ എന്തോ പരിപാടിയുണ്ട്. എന്ത് പടി? പാല് കാച്ചല്ല, അടുക്കള കാണല്. അതെ അതെ. അടുക്കള കാണാൻ പോകണം. അലമാരയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നാളെയും പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ 2-3 ദിവസത്തിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി നടക്കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം വെക്കുമോ? ഇനി അടുത്ത തവണ പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാം. അയ്യോ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ കല്യാണമായിരുന്നു ഇന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾ അന്ന് ഡേറ്റ് വേറെ മാറ്റായിരുന്നല്ലോ. ഞങ്ങൾ ടൂർ പോകുന്ന കാര്യമേ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പറയാൻ വയ്യായിരുന്നു മോനെ. എനിക്കാണെങ്കിലേ തലയിലിടാനുള്ള ക്ലിപ്പ് എന്തെങ്കിലും കിട്ടാൻ വാങ്ങിച്ചിട്ട് പറയും കേട്ടോ. മോനെന്തെങ്കിലും വാങ്ങിക്കണോ മോനെ? പറ. എനിക്കാണെങ്കിൽ പെർഫ്യൂം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരല്ലേ? ടാക്സി അല്ലടാ വന്നത്. ഇത് ചേട്ടൻ ടാക്സി എത്തി. ഇതേ പിള്ളേരൊന്നും ഒരുങ്ങിയില്ല. അയ്യോ കഷ്ടമായിട്ട് അവർക്ക് വരാൻ പറ്റാത്തത്. കുഴപ്പമില്ല മോളെ, ഇനി അടുത്ത തവണ എന്തായാലും കൊണ്ടുപോകാം. ഈ ടാക്സി എന്നിട്ട് സൗണ്ട് കേട്ടോ? ഈ കുട്ടൂരെന്തോ ഒരുക്കാത്തത്? നിങ്ങളെല്ലാം റെഡിയായോ? ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കോ ചേട്ടാ. ഈ കുട്ടൂന് ഇനി ആ ഷർട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മോനെ സാധനങ്ങളൊക്കെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോനെ എടുത്ത് വെളിയിലോട്ട് വെക്കും ബാഗ്. ഞാൻ എടുത്ത് വെക്കാമേ. ബാഗ് എവിടെ ഇരിക്കുന്നടി? ഇതെല്ലാം അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. കുറച്ചു നേരം ഞാൻ ഇരിക്കട്ടെ. ദൂരയാത്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പേടി പോലെ. അമ്മ എന്തിനാ പേടിക്കുന്നത്? നമ്മളാണെങ്കിൽ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്. അതെനിക്ക് ഒത്തിരി ദൂരമൊന്നും ഇല്ലല്ലോ. ഫ്ലൈറ്റിൽ പോകുമ്പോഴും നമ്മൾ ബസ്സിലും ഒക്കെ പോകുമ്പോഴില്ലേ നമ്മൾ ആകെ ക്ഷീണിച്ച് ഒത്തിരി ദൂരമൊക്കെ തോന്നി. ഇത് ഫ്ലൈറ്റിലാകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഇല്ലമ്മേ, പെട്ടെന്ന് ചെല്ലും. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഉള്ളൂ. അത് രണ്ടെണ്ണേ ഉള്ളൂ ചേട്ടാ. എന്റെ അമ്മോ, ഈ ബാഗിനകത്ത് എന്തോ കുത്തി നിറച്ച് വെച്ചേക്കുന്നത്? എന്തൊരു വെയിറ്റ് ആണോ? ഇതാരും അമ്മണിയോ? ഞങ്ങളാണെങ്കിൽ ദൂരയാത്രയ്ക്ക് പോവാ മോളെ. ദൂരെ ടൂറിന് പോവാ. ഞങ്ങള് പറഞ്ഞില്ലായിരുന്നു ഇവന്മാര്. ഞങ്ങള് പോകുന്നത് ലക്ഷദ്വീപിലോട്ടാ. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ തന്നെ അടയിരിക്കുക. ഈ അമ്മ എങ്കിൽ എങ്ങും കൊണ്ടുപോകത്തില്ല എന്നെ. അച്ഛനാണെങ്കിൽ ഗൾഫിൽ പോയി കിടക്കുക. ഞങ്ങൾക്ക് അതുകൊണ്ട് ഫാമിലിയായിട്ട് എങ്ങോട്ടും ടൂർ പോകാൻ പറ്റുമോ? ദേഷ്യം വരുന്നു. വേണ്ട, കാറിനകത്ത് ലഗേജ് ഒക്കെ കയറ്റി വെച്ച് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വാ. മോള് വേഗം കയറിക്കോ. ഫ്രണ്ട് ഇരിക്കുന്നെങ്കിൽ ഇരുന്നോ. ആരാണ് ഐസ്ക്രീമിന്റെ കാര്യം പറയുന്നത്? നിന്നോട് പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കരുത്. പോകുന്ന വഴിക്ക് പനി കഴിക്കാൻ എന്ത് ചെയ്യും? ഇതാണോ ഡ്രസ്? ഒരു വെള്ള സാരി. ഇതിനകത്ത് ഇത്ര ഭംഗിയിരിക്കുന്നേ. ഞാൻ കാറേ കയറാൻ പോവാ. അമ്മ വേഗം കയറമ്മേ. ഇത് അവളെ ഇവിടെ പോയി കിടക്കുവാ. അമ്മ എവിടെ ചേട്ടാ? വണ്ടി കയറിയോ? നീ എത്തിയോ? വേഗം കയറാൻ നോക്കടി. എന്നിട്ടാണ് പോകാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ പ്രയോഗിക്കണം. ഞാൻ പറഞ്ഞതേ, നിങ്ങൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേന്ന് പറയുമായിരുന്നു. തലയിലിടാൻ എന്തെങ്കിലും ക്ലിപ്പോ കൈയിടാ വളയോ എന്തെങ്കിലും വാങ്ങിക്കണേ മോനെ. കുട്ടുമോനെ, ഞാൻ പൈസ എടുത്തോണ്ട് തരാം. ബാ അകത്ത് വാ, ഞാൻ പൈസ എടുത്തു തരാം. എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിലേ നിങ്ങളെന്തിനാ വെറുതെ ആകാശം കൊടുക്കുന്നത്? ഞാൻ തരാം പൈസ. അയ്യോ കുട്ടുമോനെ കാണുന്നില്ലല്ലോ. അമ്മയോട് അകത്തക്കാരൻ കയറി പോയി കാണുമായിരിക്കുന്നു. പോയി നോക്കിട്ട് വരാം. ചേട്ടാ ഞാൻ അമ്മയും കൂടെ വിളിച്ചോണ്ട് വരട്ടെ. അമ്മയാണെങ്കിൽ റെഡി ആയിട്ടിരിക്കും അകത്ത്. ഇനി എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ചേട്ടാ, എല്ലാ സാധനം എടുത്ത്. അമ്മേ എന്താടി അമ്മണി? അമ്മ അപ്പുറത്തുകാരെങ്കിലേ ടൂറിന് പോവാ. ഇപ്പോഴും കാറൊക്കെ വന്ന് കിടക്കുന്നത്. എല്ലാ എണ്ണം കൂടെ പറക്കി കെട്ടി പോവാ. കാറൊക്കെ വന്നോ? നീ പൊങ്ങച്ചായിരിക്കും ഇനി. എല്ലാരും കൂടെ പ്ലെയിനിൽ കയറി പോകാൻ വേണ്ടിട്ടാ. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളത്. ദൂരെ എവിടെയോ ടൂർ പോകുന്നത്. അപ്പൊ നാണത്തുള്ള ആരും നോക്കും ഇവിടെ? അവർ അമ്മമ്മ ഉണ്ടല്ലോ, നാണിയമ്മ. അവര് പോകുന്നുണ്ട് കൂടെ. എല്ലാരും കൂടെ ഒന്ന് അടിച്ചു വിളിക്കാൻ പോകുന്നത്. അമ്മ നമുക്കെന്താ ഒരു കാര്യം ചെയ്യാമേ, ഇവരുടെ ടൂർ ക്യാൻസൽ ആക്കാം. അതെങ്ങനെ? അമ്മ ഞാൻ ആ കുട്ടൂനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് തലയിടാൻ എന്തെങ്കിലും ക്ലിപ്പോ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടേ പൈസ തരാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവനെ വിളിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അവനെ എന്റെ ഹാളിൽ ഇരിക്കുന്നു. അവനായിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം. പിന്നെ എങ്ങനെ ഇവര് പോകും? ശരിയാ, എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിട്ട്. എന്തോന്ന് കൊടുക്കും പണി? അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുന്നേ. കാറോടെ കിടക്കുമല്ലേ? അതിനൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ. അമ്മയുടെ എന്തിനാണ് വെറുതെ പൈസ വാങ്ങിക്കുന്നത്? അല്ലാതെ
തലയിടാൻ വാങ്ങിച്ചോണ്ട് കൊടുക്കായിരുന്നല്ലോ. അമ്മടി എന്തി അകത്തുണ്ടോ? അമ്മടി ചേച്ചി പൈസ എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയി. ഞാനിതാ പോയി പറയാം പൈസ വേണ്ടാന്ന്. അമ്മയെ കുട്ടൂരിട്ട് നല്ല പണി തന്നെ കൊടുക്കണം, എന്നാലേ അവരുടെ ടൂർ ക്യാൻസൽ ആക്കാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടൂരിട്ട് പണി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നത് ഞങ്ങൾ ടൂർ ക്യാൻസൽ ആക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അമ്മയാണെങ്കിൽ അന്നെങ്കിൽ ഒരു പൗഡർ വാങ്ങിച്ചു തന്നില്ലായിരുന്നു, അത് കൊള്ളത്തില്ലായിരുന്നല്ലോ, ദേഹത്തിന് ഇപ്പൊ ഭയങ്കര ചൊറിച്ചിലല്ലായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് അത് ഷെൽഫിന്റെ മുകളിൽ എടുത്തിട്ടുണ്ടേ, അതെടുത്താണെങ്കിൽ അവൻ ദേഹത്തിടാം, അവിടെ ചൊറിഞ്ഞുറങ്ങി ഇരുന്നോളൂ. ആ അത് നല്ല ഐഡിയ. ആ ചൊറിയുന്ന പൗഡർ എടുത്ത് കുട്ടീന് ദേഹത്തിട്ടാൽ മതി, അവനവിടെ ചൊറിഞ്ഞുറങ്ങിയിരിക്കും, അവരുടെ ടൂറും ക്യാൻസൽ ആകും. അയ്യോ അപ്പൊ ഇതാണോ പ്ലാന്? എടാ കുട്ടു വാ, നമുക്ക് പോകാം, വാ, സമയമില്ല ഇനി ഇവിടെ നിൽക്കാൻ, വേഗം വാ. പൈസ വാങ്ങിക്കണ്ടടാ, നമുക്ക് പോകാം, നമുക്ക് അവർക്ക് തലയിടാൻ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ പൈസ വാങ്ങി നിൽക്കണ്ട, വേഗം വാ പോകാം. അയ്യോ ഇതെപ്പോഴൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിയത്? അയ്യോ അമ്മ പൈസ വേണ്ട കേട്ടോ, നിനക്ക് അങ്ങനെ തലയിലിടാനുള്ള ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം, നീ പൈസ തരണ്ട കേട്ടോ, ഞങ്ങൾ പോട്ടെ, സമയമില്ല. അയ്യോ പോകാൻ വരട്ടെ. അയ്യോ ഈ കുട്ടു അല്ലെങ്കിൽ റെഡി ആയില്ലല്ലോ, ഡ്രസ്സ് മാത്രം ചെയ്തിട്ടുള്ളൂ, ഇവനെ ഈ പൗഡർ ഒന്നും ഇട്ടൊന്നുമില്ല, മേക്കപ്പ് ഒന്നും ചെയ്യാതെ എങ്ങനെയാടാ ടൂറൊക്കെ പോകുന്നത്? ഞാൻ പൗഡർ ഇട്ട് കൊടുത്തോളാം അവന്. ഓടാ നിന്റെ മൂത്തങ്ങി അത്യാവശ്യം പൗഡർ ഒക്കെ ഉണ്ട്. ഒട്ടും പൗഡർ ഇല്ലല്ലോ. ഇത് ഇങ്ങനെ പൗഡർ ഇടാൻ നടക്കല്ലേ കേട്ടോ, വെയിലടിക്കും. നീ ആ കയ്യിലിരിക്കുന്ന പൗഡർ നിന്റെ മുഖത്തങ്ങ് എടുത്തിട്ട്. എന്റെ മുഖത്തിടാനോ? അയ്യോ ഞാൻ ഇത് കുട്ടിന് വേണ്ടിട്ട് കൊണ്ടുവന്ന പൗഡർ അല്ലേ. ഇല്ലില്ല, നിന്റെ മുഖം ആകെപ്പാടെ കരിമറിച്ചിരിക്കുക. ആദ്യം നീ ഈ പൗഡർ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിനിട്ടാ മതി. അയ്യോ എനിക്കിപ്പോ പൗഡർ വേണ്ട, പറഞ്ഞാൽ പറ്റത്തില്ല, നീ പൗഡർ ഇട്ടേ പറ്റത്തുള്ളൂ. പൗഡർ ഇട്ടേ അമ്മണി, നീ നല്ലപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കും. അമ്മണി സുന്ദരിയായി. അയ്യോ എന്ത് പറ്റി അമ്മണി? യോ ഒന്നുമില്ലേ. യോ ഡാൻസ് ചെയ്യാണോ? അയ്യോ അയ്യോ അയ്യേ, നീ ഒന്ന് പോകാൻ തുടങ്ങി. വാ കൂട്ട് നമുക്ക് പോകാം. സമയത്ത് കൂട്ട് വേഗം പോ. ആ എന്താ അമ്മണി, കുട്ടൂരിട്ട് പണി കൊടുത്തോ? പണി കൊടുത്തല്ല, പണി കിട്ടി. അവനിപ്പോ ചൊറിഞ്ഞൊറിഞ്ഞ് അവിടെ ഇരിക്കുമായിരിക്കും. അല്ല നീ ഇതേ കാണിക്കുന്നത്? അമ്മ എനിക്കിട്ട് അമ്മ പണി കിട്ടിയതാ, ഇങ്ങനെ വന്ന് എന്റെ മുഖത്ത് പൗഡർ തേച്ച് വെച്ച്. ആ പിള്ളേരെ കാണുന്നില്ലല്ലോ, കാർ എത്ര നേരം കൊണ്ട് കിടക്കുക. എനിക്കൊന്ന് അമ്മയുടെ വീട്ടിലേക്കാണ് കയറി പോയി കാണുമായിരിക്കും. എന്നാ ആ കുട്ടിയോട് യാത്ര പറയാൻ പോയതായിരിക്കും പിള്ളേര്. ആ ദേ വരുന്നു. നിങ്ങൾ എവിടെ പോയി കുറഞ്ഞു പിള്ളേരെ? നമ്മുടെ യാത്ര ഇപ്പൊ ക്യാൻസൽ ആയേ അമ്മേ. ആ എന്ത് പറ്റി? ആ അമ്മയാണെങ്കിലേ നമ്മുടെ യാത്ര ക്യാൻസൽ ആക്കാൻ വേണ്ടിട്ടേ ഈ കുട്ടൂരിന്റെ ദേഹത്താണ് ഈ ചൊറിയുന്ന പൗഡർ വാങ്ങി എടുത്തിടാൻ തുടങ്ങി. ഞാൻ പിന്നെ അവിടെ മുഖത്ത് തന്നെ ഇട്ട് കൊടുത്ത്. ഇപ്പൊ ആണെങ്കിൽ അമ്മണി ആണെങ്കിൽ അവിടെ ചൊറിഞ്ഞിരിക്കുക. ഇതെന്താ പറയുന്നത്? ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞിട്ടുള്ള അമ്മയുടെ വീട്ടിലോട്ട് പോകരുതെന്ന്. പാവോ എടാ, നിന്റെ ദേഹത്ത് തേക്കാൻ കൊണ്ടുവന്ന ഇല്ലടാ, അത് അവിടെ ദേഹത്ത് തന്നെ ആയത്. എന്നിട്ട് പാവോ ഒന്നോള്. മോനെ കുട്ടു, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ തക്ക സമയത്ത് എന്തുകൊണ്ടമ്മേ ഇവനൊന്നും പറ്റാഞ്ഞത്? ഞാൻ കണ്ടുപിടിച്ചിട്ടൊക്കെ കള്ളത്തരങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ മുഖത്ത് തേച്ച് വെച്ചത്, അല്ലെങ്കിൽ അവളെ ഇപ്പൊ കുട്ടൂരിന്റെ ദേഹത്ത് തേച്ചേനെ. ഇനിയിപ്പോ സമയങ്ങളുണ്ടാ, വേഗം കാറിലോട്ട് കയറ്, ഇതേ ഫ്ലൈറ്റിന് സമയമാറായി. അയ്യോ ശരിയാണല്ലോ, പാർക്കുട്ടി വരും. പിന്നെ മണിക്കുട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു, പാർക്കുട്ടി മാത്രം വരുമെന്നാ പറഞ്ഞത്. ആ ദേ വരുന്നു പാർക്കുട്ടി. മോളെ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. പാറുവിനെ നല്ലോണം ശ്രദ്ധിച്ചോണേ എല്ലാവരും. ഞാൻ കൂടില്ലാത്തോണ്ടേ അവക്കൊരു പേടിയായിരിക്കും. ഞങ്ങളുടെ മക്കളെ സൂക്ഷിക്കുന്നതിനേക്കാളും സൂക്ഷിച്ചോളാം പാറുവിനെ. മോളെ ഞങ്ങൾ നല്ലപോലെ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ. എനിക്ക് പേടിയൊന്നുമില്ല, ഈ കുട്ടു എല്ലാരും ഉണ്ടല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല. കാറിലോട്ട് കയറി വേഗം. ഓ എന്തൊക്കെയായാലും മോള് പോയപ്പോ ഒരു വിഷമം. ദൂരയാത്രയല്ലേ, 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ അവര് വരുള്ളൂ. അല്ല നിങ്ങൾ ഇത് എവിടെ പോവാ? അമ്മണി അമ്മയും കൂടെ? ഓ മോളെ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോവാ, അവൾക്ക് ഭയങ്കര അലർജി. അയ്യോ അലർജിയോ? അതെങ്ങനെ വന്ന്? നമുക്ക് നേരത്തെ ഉള്ള അലർജി. ഇന്നലെ രാധാകൃഷ്ണൻ ഡോക്ടറെ കാണിക്ക്, അലർജിക്ക് നല്ല മരുന്നാണ് ഡോക്ടർ കൊടുക്കുന്നത്. ശരി ശരി. ചേട്ടാ ഫ്ലൈറ്റ് എത്താറായോ? ഇനി ഫ്ലൈറ്റ് 7 മണിക്കാ. ഇപ്പൊ സമയം എത്രയായി? 5:45 ആയുള്ളൂ. രാത്രി 7 മണിക്കാ ഫ്ലൈറ്റ്. അയ്യോ ഇനി കഴിക്കാനുള്ള സമയമൊക്കെ ഉണ്ടോ? ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ കഴിക്കാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഴിക്കണം. കുട്ടൂന് ഇപ്പോഴിപ്പോഴും ഐസ്ക്രീം കഴിപ്പ് കൂടുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇരുന്നേപ്പോ. ഞാൻ കിങ്ങിണിയോട് പറഞ്ഞില്ലേ വീട്ടിൽ വെച്ച് കഴിച്ചിട്ടിറങ്ങാന്. രണ്ടുപേർക്കും വിശാലമായിട്ടൊന്നും ബിരിയാണി കഴിക്കാനുള്ള സമയമൊന്നും ഇല്ല. വാ പെട്ടെന്ന് എന്തായാലും കടയിൽ പോയിട്ട് ബിരിയാണി വാങ്ങിച്ചു തരാം, വേഗം വാ. എനിക്ക് ചായ മാത്രം മതി. എനിക്ക് ചായ മാത്രം മതി ചേട്ടാ. അയ്യോ അമ്മ ഇരിക്കുന്നില്ലേ? ഓ വേണ്ട മോളെ, ഞാനിവിടെ നിന്നോളാം. എന്തായാലും നിങ്ങളുടെ അമ്മയുടെ ഡ്രസ്സ് സൂപ്പർ ആട്ടോ. അപ്പൊ എന്റെ ആണോ? അമ്മമ്മയുടെ അല്ല, അമ്മയുടെ ഡ്രസ്സിന്റെ കാര്യം അറിഞ്ഞേ.
ഇനി നമ്മൾ ഇറങ്ങാൻ സമയത്ത് ഞാൻ അമ്മയെ നോക്കിയപ്പോഴത്തേക്ക് മറ്റേ സാരി ആയിരുന്നു. ഇത് എപ്പോഴും ഈ ഡ്രസ്സ് എടുത്തിട്ടത്, ഈ ജീൻസിന്റെ ഒപ്പം. ഓ ഞാൻ സാരി എടുത്തോണ്ട് ഇറങ്ങിയത്. ചേട്ടൻ പറഞ്ഞത് സാരി വൃത്തിയായിട്ട് വന്ന്. ഞാനങ്ങനെ പെട്ടെന്ന് പോയി മാറിയിട്ട് വന്നു. മോനെ ഒരു ചെറിയ ഐസ്ക്രീം അവന് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെ പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് തകർക്കും. എടാ അയാളോട് പറ ബോൾ ഐസ്ക്രീം എടുത്തരാൻ പറ. എന്താ വേണ്ടത്? ആ ഇതാ ഐസ്ക്രീം. ഞാൻ കഴിച്ചു കഴിഞ്ഞു, പോയി കൈ കിട്ടട്ടെ. ഇതെന്തോ മോനെ ഈ ബോൾ ഐസ്ക്രീം മൊത്തങ്ങ പോലെ ഉണ്ടല്ലോ. കിങ്ങിണി നീ വേഗം കഴിക്ക്. കണ്ട പാറക്കുട്ടി കഴിച്ച് എഴുന്നിട്ട് പോയുണ്ടോ? നീ വേഗം കഴിക്ക് കിങ്ങിണി, സമയമായതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ഇതൊക്കെ VIP വരുന്ന കടകളല്ലേ, അതാ അത്ര ടേസ്റ്റ്. ഓ എനിക്കിനി ആഹാരമൊന്നും വേണ്ട മോളെ. ഇനി രാത്രി ഇനി ദഹിക്കത്തില്ല. ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇനിയൊന്നും വേണ്ട. ഇനി അത്രയും മതി. ആ ഒരു ബോൾ ഐസ്ക്രീം മാത്രം കഴിച്ചാൽ മതി. പൈപ്പിൽ വെള്ളം കുറവാണോ? മോളൊന്ന് മാറിക്കേ, അങ്കിളൊന്ന് കൈ കിട്ടെ. അങ്കിൾ ഞാൻ ഇപ്പൊ കഴിയേ. മോളുടെ പേരെന്താ? എന്റെ പേര് പാറക്കുട്ടി. വീടെവിടാ? വീട്ടാണെങ്കിൽ അങ്ങ് കുറച്ച് ദൂരെയാ, കുറഞ്ഞുമുട്ട. ആ ഞാൻ കടി കഴിഞ്ഞു, ഞങ്ങള് കഴിക്കാം. ഞാനിപ്പോ കഴിയാൻ കാണിച്ചു തരാടി. ഇങ്ങോട്ട് വാടി. എന്താ എന്താ അങ്ങളെ? വന്ന് കാറി കയറടി എന്റെ കൂടെ വന്ന്. അയ്യോ ആള് വന്ന് കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അയ്യോ ആള് വന്ന് ഇനി കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. എടോ നിക്കണോ, നിക്കാനാ പറഞ്ഞത്. അയാൾ എന്റെ തൊണ്ടയ്ക്ക് കുത്തി പിടിച്ചു വരുന്നതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാക്കത്തില്ലായിരുന്നു. നിങ്ങളെ വിളിക്കാനൊന്നും പറ്റിയില്ല. കുട്ടു വന്നതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. എന്റെ പൊന്നു മോളെ, നീ ഇനി ഒറ്റയ്ക്ക് അങ്ങ് പോകണ്ടേ ഞങ്ങളില്ലാതെ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് ഞങ്ങൾ എന്ത് പറഞ്ഞേനെ? അയ്യോ എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. അപ്പൊ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കിനി നേരെ പ്ലെയിനോട്ട് കയറാൻ പോവാം. പിന്നൊരു കാര്യം, നമ്മൾ ആദ്യമായിട്ടാ, നമ്മളൊന്നല്ല പിള്ളേരോടാ പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാ പ്ലെയിനിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് ആരും പേടിച്ച് കരയൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് ബസ്സല്ല. ഇടയ്ക്ക് വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിറക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. അതൊക്കെ ഓർമ്മ വേണം. എല്ലാരും ധൈര്യം സംഭരിച്ചിരിക്കണം കേട്ടോ. മോനെ പിള്ളേരെക്കാളും പേടി എനിക്കാടാ. എനിക്കും ചെറിയൊരു പേടിയുണ്ട് ചേട്ടാ. പ്ലെയിൻ വിടാറായെന്ന് തോന്നുന്നു. നമ്മുടെ പേരാണ് അനൗൺസ് ചെയ്യുന്നത്. വേഗം പോ. അടിപൊളി ഫീല്. ഓ നമുക്ക് എന്തായാലും പ്ലെയിനിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. മോനെ ഇപ്പൊ പറക്കൂടാ പ്ലെയിന്? ഇപ്പൊ പറക്കും അമ്മേ. അമ്മയ്ക്ക് എന്താ ഈ സൈഡ് വ്യൂ കാണണോ? എന്തോന്നാ? അമ്മയ്ക്ക് അറ്റത്തിരിക്കണോ അമ്മേ? നല്ലതായിട്ട് സ്ഥലമൊക്കെ കാണാം. അയ്യോ വേണ്ട, എനിക്ക് പേടി അറ്റത്തിരിക്കാൻ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എല്ലാവരും ആ ബെൽറ്റ് ഒന്ന് പിടിച്ചിട്ടേ. ഇപ്പൊ പ്ലെയിൻ പറക്കാൻ പോവാ. ബെൽറ്റ് ഒന്ന് ഇട്ട് തരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഇട്ടോളാം. ഓക്കെ മാം, താങ്ക് യു. ഹായ് ബേബീസ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരുമോ? വേണ്ട ചേച്ചി, ഞങ്ങൾ തന്നെ ബെൽറ്റ് ഇട്ടോളാം. ഓക്കെ താങ്ക് യു. ഹായ് ദേ പറന്നു തുടങ്ങി. ചേട്ടാ നീ അങ്ങോട്ട് നോക്കി, എന്ത് ഭംഗിയാ. ഹായ് സൂപ്പർ, വൗ അടിപൊളി. ചേട്ടാ നിങ്ങൾ സ്ഥലം കാണുന്നില്ലേ? എടി ആ സ്ഥലത്തിനേക്കാളും ഭംഗിയാണ്. ആ എയർ ഹോസ്റ്റസിനെ കണ്ടോ, എന്ത് സുന്ദരിയാ. മോനെ അങ്ങോട്ട് നോക്കാതെ സ്ഥലം നോക്കിയിരിക്കും മോനെ. നിങ്ങൾ ഇതിനു വേണ്ടിട്ടാണോ വന്നത്? ഒന്നും മിണ്ടായിരിക്കടി. മനുഷ്യൻ നിങ്ങൾ വായ നോക്കിയത് മതിയെന്ന്. എന്തൊരു കഷ്ടമാ. ഞാൻ ഒറ്റയ്ക്ക് വന്നാ മതിയായിരുന്നു. അയ്യോ എന്താ ഇന്ന് മുകൾ വശം ഇങ്ങനെ ചരിയുന്നേ. അമ്മ ഒന്ന് പ്ലെയിൻ മൂവ് ചെയ്ത് തുടങ്ങി, മുകളിലോട്ട് ഉയരുക. അർജുനന് വലുതിന് പ്രാർത്ഥന കിരീടി, അർജുനന് പ്രാർത്ഥന കിരീടി. അയ്യോ അർജുനന് വലുതിന് പ്രാർത്ഥന കിരീടി. അയ്യോ അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. അയ്യോ ഇവിടെ എന്താ പരിപാടി? അമ്മ വേണ്ട, ഭയങ്കര പ്രാർത്ഥനയാ. അമ്മ പേടിച്ച് പ്രാർത്ഥിക്കുക. അർജുനൻ ഫൽഗുനൻ പ്രാർത്ഥന കിരീടി, അർജുനൻ ഫൽഗുനൻ പ്രാർത്ഥന കിരീടി. ഈ അമ്മ നാളം കെടുത്തും ബാക്കിയുള്ളവരും കൂടെ. അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. പിന്നെ പ്രാർത്ഥിക്കണ്ട മോനെ. നമ്മൾ ഈ പ്ലെയിനിൽ നിന്ന് ഇനി ഇറങ്ങുന്ന വരെ അമ്മ പ്രാർത്ഥിക്കുവോ? ലക്ഷദ്വീപിലെത്താൻ എത്ര മണിക്കൂറുണ്ടെന്നറിയോ? അതുവരെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുവോ? പിന്നെ ഇല്ലാതെ പിന്നെ എന്തോ ചെയ്യണ്ടേ? അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ചേട്ടൻ മിണ്ടായിരിക്കും, അമ്മ പ്രാർത്ഥിച്ചോട്ടെ. എന്നാലും മറ്റുള്ളവർ കേൾക്കുമ്പോ എന്തോ വിചാരിക്കും. മോനെ അങ്ങനൊന്നും വിലക്കല്ലേ പ്രാർത്ഥിക്കുമ്പോഴും. കുടിക്കാൻ എന്തെങ്കിലും ഡ്രിങ്ക് എടുക്കട്ടെ? അയ്യോ ഇപ്പൊ വേണ്ട ചേച്ചി. ഓക്കെ താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഡ്രിങ്ക് എടുക്കട്ടെ? എനിക്കെണ്ണം വേണം. നിങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടല്ലേ മനുഷ്യ വന്നത്? അത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കടയിൽ കയറി അങ്ങോട്ട് കഴിച്ച് കുടിച്ചതല്ലേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇങ്ങനെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കല്ലേ? അതെങ്ങനെയാ? നിനക്ക് പ്ലെയിനകത്ത് എന്തെങ്കിലും കാര്യം അറിയാവോ? നീ പ്ലെയിനിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്, സമ്മതിച്ചു. അതിനിപ്പോ എന്ത് വേണം? ആ ലേഡി പറഞ്ഞു കേട്ടില്ലേ? അവര് പറഞ്ഞ അനുസരിച്ചിരിക്കും നീ. പിന്നെ ആ ലേഡി പറഞ്ഞ അനുസരിക്കാൻ ഞാനെന്തോ അവിടെ വേലക്കാരിയോ? ഞാൻ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പ്ലെയിനിൽ കയറിയത്, അല്ലാതെ അവള് പറഞ്ഞ അനുസരിക്കാനില്ല. അതെന്താ പറഞ്ഞാ നീ പറയുന്നത്? പിന്നെ അവര് പറയുന്ന അനുസരിക്കണ്ടേ നമ്മള്? നിങ്ങൾ നടന്ന് വഴക്കിടാതെ പിള്ളേരെ. മര്യാദയ്ക്ക് ആ ഡ്രിങ്ക് വേണ്ടെന്ന് പറ.
സോറി മാഡം, ഡ്രിങ്ക് ഇപ്പൊ വേണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ കിരീടി, അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ കിരീടി. എക്സ്ക്യൂസ് മീ, എല്ലാവരും ബെൽറ്റ് ഇട്ടേ. ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോവാണ്. അയ്യോ, ലാൻഡ് ചെയ്യാൻ പോകണോ? യുവർ ഗുഡ് നെയിം പ്ലീസ്. മൈ നെയിം ഈസ് സിൻഡ്രല്ല. ഓക്കെ, വി വിൽ സീ യു ലേറ്റർ. ഓക്കെ, താങ്ക് യു. അയ്യോ എനിക്ക് വയറ് പെരുക്കുന്നേ. എന്താടി അങ്ങോട്ട് നോക്കിയിരിക്കേ? നീ ഇത് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അയ്യോ, പ്ലെയിൻ താഴുവാ.